ഞാൻ മരിച്ച ചാക്കോ ചേട്ടൻ്റെ അടിയനാണ്. എൻ്റെ പേര് ജെയിംസ്. ഹോസ്പിറ്റലിലെ ഇപ്പോഴത്തെ ഷൈൻ ടോം ചാക്കോൻ്റെ അവസ്ഥ എങ്ങനെയാണ്? ഷൈൻ ടോം ചാക്കോ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. ഷൈൻ ടോം ചാക്കോയുടെ മമ്മി ഹോസ്പിറ്റൽ തന്നെയാണ്. ഷൈൻ്റെ ഇവിടെ കയ്യിന് എല്ല് പൊട്ടിയിട്ടുണ്ട്. അതിന് സർജറി വേണമെന്നാണ് ഡോക്ടർമാർ നിശ്ചയിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച ഇവിടുത്തെ ചടങ്ങുകൾക്ക് ശേഷം ഷൈനെ തിരിച്ച് കൊണ്ടുപോയി സർജറിക്ക് ഒരുക്കുമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ മമ്മിയുടെ കാര്യം ഡിസ്ലൊക്കേഷൻ ആയിട്ടുണ്ടായിരുന്നു. അതിന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ഫ്രാക്ചറും ഉള്ളതായിട്ടാണ് അറിവുള്ളത്. ഡിസ്ലൊക്കേഷനായി ഹിപ്പ് അവർ ഓർഡറിൽ ആക്കിയിട്ടാണ് ഇങ്ങോട്ട് വിട്ടിട്ടുണ്ടായിരുന്നത്. പിടിച്ചിട്ടതിന് ശേഷം പിന്നെ ചാക്കോച്ചേട്ടൻ്റെ സംസ്കാര കർമ്മം തിങ്കളാഴ്ച 10:30 നടത്താൻ ഉദ്ദേശിക്കുന്നത്. അത് പള്ളിയിലെ അറിയിക്കുകയും പള്ളിയെ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏത് ചർച്ചിലാണ്? മുണ്ടൂര് കർമ്മനമാത പള്ളിയിലാണ് സംസ്കാരം നടത്താൻ ഉദ്ദേശിക്കുന്നത്. നാളത്തെ ഇവിടുത്തെ പൊതുദർശനം 3 മണിക്ക് ബോഡി ഹോസ്പിറ്റലിൽ നിന്ന് മോർച്ചറിയിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്ന് പൊതുവായ ദർശനത്തിന് 4 മണിക്ക് വയ്ക്കുന്നതായിരിക്കും. എൻ്റെ ഒരു ഡേവിഡ് ആൻഡോ, ഷൈൻ്റെ വല്യപ്പൻ്റെ മരുമകനാണ്. ഷൈൻ്റെ സിസ്റ്റേഴ്സ് ന്യൂസിലാൻഡിൽ നിന്ന് ഇന്ന് വൈകിട്ട് രാത്രി 12 മണിയോട്ട് എത്തുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ശവസംസ്കാരം തിങ്കളാഴ്ച 10:30 നമ്മൾ മുണ്ടൂർ കർമ്മല മാതാവ് പള്ളിയിൽ വയ്ക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പൊതുദർശനത്തിന് ഇവിടെ 4 മണിക്ക് പൊതുദർശനത്തിന് വയ്ക്കും. അതുപോലെ തന്നെ ഷൈനെയും ഷൈൻ്റെ മമ്മിയെയും അന്ന് തന്നെയാണ് അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നത്. അന്ന് തന്നെ അവിടെ വീണ്ടും എത്തിക്കണമെന്നാണ് ഡോക്ടേഴ്സ് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുമാതിരി ചെയ്യാമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ നാളെ 4 മണിക്ക് പൊതുദർശനത്തിന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ഇവിടുത്തെ ജനങ്ങൾക്കൊക്കെ ഒരു കാണാനായിട്ടുള്ള സൗകര്യം ഒരുക്കാനായിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അവരെ ട്രെയിനിൻ്റെ സിസ്റ്റേഴ്സൊക്കെ ആ സമയത്ത് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കും. രണ്ടുപേരെയും സൺ ഹോസ്പിറ്റലിലെ ഡോക്ടർ സുജയ്നാഥ് ഓർത്തോ വിഭാഗം അവിടുത്തെ ഹെഡാണ്. അദ്ദേഹമാണ് ഇവർ രണ്ടുപേരെയും കൺസൾട്ട് ചെയ്യുന്നത്. ആളുടെ നിർദ്ദേശപ്രകാരമാണ് ഫ്യൂണറലൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്.